അബിയുടെ അച്ഛൻ ആ നാട്ടിൽ നിന്ന് പോയി 5-6 മാസം കഴിഞ്ഞതിന് ശേഷം അബി അവിടുത്തെ റബ്ബർ ടാപ്പിംഗ് ഒക്കെ നോക്കി നടത്തുന്ന സമയത്താണ് ആ നാട്ടിലുള്ളവർ അബിയുടെ അച്ഛൻ അങ്ങോട്ട് വന്നെന്ന് പറയുന്നത്. അത് കേട്ടതോടെ അബി അന്വേഷിച്ചപ്പോൾ അബിയുടെ അച്ഛൻ രമേശിന്റെ സ്വത്തിന്റെ ഭാര്യയുടെ മേൽ പ്രേതം കയറിയതും അത് ഒഴിപ്പിക്കാൻ വന്നതാണെന്നും അബി മനസ്സിലാക്കുന്നു. അബി വേഗം അങ്ങോട്ട് പോവുകയും അച്ഛനെ കാണുകയും ചെയ്യുന്നു. അവിടെ ആ സ്ത്രീയുടെ ദേഹത്ത് കയറിയ പ്രേതാണെങ്കിൽ രമേശിനോട് നീ മുഹിയുദ്ദീനെയും കൂട്ടിയാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം അബിയുടെ മനസ്സിലും ആഴത്തിൽ പതിക്കുകയും അബി അതെന്താണെന്ന കാര്യം അച്ഛനോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. മുഹിയുദ്ദീൻ എന്ന് കേട്ടതോടെ അച്ഛൻ ചിരിക്കുന്നു. പക്ഷേ ആ ചിരി ഒരു ഭയന്ന ചിരിയായിരുന്നു. അബി രാത്രിയിൽ കിടക്കുമ്പോഴും അബിയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു. ഇതുവരെയാണ് വടകാളി യക്ഷി നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കി കഥയിലോട്ട് പോവാം. അച്ഛൻ ചിരിച്ചു, പക്ഷേ അത് അബിയുടെ അച്ഛന്റെ ചിരിയല്ല. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം കറുത്തു. അബിയുടെ ഉള്ളിൽ എന്തോ തകർന്നു. അച്ഛാ, അബി പതുക്കെ വിളിച്ചു. രമേശ് തല അല്പം വലത്തേക്ക് ചായച്ചു. കളകടി ഉദാരമാണ്, അവൻ വീണ്ടും പറഞ്ഞു. അബിക്ക് ഇപ്പോൾ വ്യക്തമായി അവൻ എന്തോ പരീക്ഷിക്കുന്നു. അബി വീണ്ടും ചോദിച്ചു, അച്ഛൻ മുഹിയുദ്ദീൻ? അവൻ പേരു പറഞ്ഞു കേട്ടപ്പോൾ രമേശിന്റെ ശ്വാസം നിലച്ചു. അതൊരു തമാശയല്ല, അതൊരു ഓർമ്മ. പക്ഷേ ആ പേര് അബി വീട്ടിലൊരിക്കലും ഉച്ചരിച്ച് കേട്ടിട്ടില്ല. ആ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അബി ചോദിച്ചു. രമേശ് ഒരു പടി മുന്നോട്ട് വന്നു. കാറ്റ് നിശബ്ദമായി. നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ അച്ഛൻ മാത്രം നിന്നെ പരീക്ഷിക്കുന്നതാണെന്ന്? അബിയുടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം. അവൻ ഒറ്റയാളല്ല. അബി തിരിഞ്ഞു നോക്കി. അവിടെ അബിയുടെ അനിയൻ. പക്ഷെ അവന്റെ കണ്ണുകളും അതുപോലെ. അബിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഇത് കുടുംബ പരീക്ഷയല്ല, ഇത് രക്തപരമ്പരയുടെ ഉണർച്ചയാണ്. അച്ഛൻ വീണ്ടും പറഞ്ഞു, ഇനി നീ തീരുമാനിക്കണം. നീ സാധാരണ മനുഷ്യനായി തുടരണോ, അല്ലെങ്കിൽ നീ അറിയാതെ വഹിച്ചു വരുന്ന ശക്തിയെ സ്വീകരിക്കണമോ? അബിയുടെ ഹൃദയം ശക്തമായി ഇടിച്ചു. അബി ഒരു പടി പിന്നോട്ട് പോയി. എനിക്ക് ആരാകണം എന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. അത് കേട്ടപ്പോൾ അച്ഛൻ പെട്ടെന്ന് ചിരി നിർത്തി. അവന്റെ കണ്ണുകൾ സാധാരണയായി മാറി. രമേശ് പതുക്കെ പറഞ്ഞു, ശരി. ഒരു നിമിഷം എല്ലാം നിശബ്ദം. അപ്പോൾ ദൂരത്ത് ഒരു പഴയ കൊട്ടാരത്തിന്റെ ഗോപുരം ഇടിഞ്ഞു വീഴുന്ന ശബ്ദം. അബി തിരിഞ്ഞു നോക്കി. അവിടെ കറുത്ത പുക ഉയരുന്നു. അച്ഛൻ അബിയുടെ ചുമലിൽ കൈവച്ചു. ഇതിപ്പോൾ തുടങ്ങുന്നേയുള്ളൂ. ആ രാത്രിയിൽ അബി ഉറങ്ങിയെങ്കിലും മനസ്സ് ജാഗരിച്ചിരുന്നു. പഴയ റോഡ്. അച്ഛൻ കൂടെ നടക്കുന്നു. പെട്ടെന്ന് അച്ഛൻ അപ്രത്യക്ഷനാകുന്നു. അബി ഒറ്റയ്ക്ക് മുന്നോട്ട് നടക്കുന്നു. നാഗപക്ഷിയുടെ സ്ഥലത്തെത്തുന്നു. കല്ല് നീക്കുമ്പോൾ ഒരു മുട്ട. 2 തല പാമ്പ് അത് തകർത്ത് കുടിക്കുന്നു. അബി പേടിച്ച് കല്ല് മാറ്റി താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയ കൊട്ടാരം. തകർന്ന മതിലുകൾ, കാറ്റിൽ വിറയുന്ന മരങ്ങൾ. അവിടെ അബിയെ കാത്തിരുന്നത് 5 തലയുള്ള ഒരു നാഗം. അതിന്റെ കണ്ണുകൾ ജ്വലിച്ച് അത് മനുഷ്യരൂപമെടുത്തു. നീ ശിവദാസന്റെ മകനല്ലേ? അബി നെട്ടി. എനിക്ക് അതിനെ അറിയില്ല, എങ്കിലും അതിന് എന്നെ അറിയുന്നു. വടയക്ഷിയെ തടയാൻ നീ വന്നേ മതിയാവൂ. ഒരു കുടുംബം അവൾ ഇല്ലാതാക്കി. അമ്പലത്തിന്റെ പ്രതിഷ്ഠ നഷ്ടപ്പെട്ടു. ഞങ്ങൾ കാവൽ നിന്നു, പക്ഷേ ചോര കൊടുത്തവർ ഇല്ലാതായി. അബി വിറച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ ജില്ലിന്റെ രാജാവ്. എൻ്റെ പേര് കുഷൂർ. അവന്റെ ശബ്ദം മുഴങ്ങി. ഇത് സ്വപ്നമല്ല, ഇത് നിന്റെ രക്തത്തിൽ ഒളിച്ചിരിക്കുന്ന പഴയ വാഗ്ദാനം. അതേസമയം കൊട്ടാരം വിറച്ചു. ദൂരത്ത് ഒരു സ്ത്രീയുടെ ചിരി. വടയക്ഷിയുടെ നിഴൽ ഉയർന്നു. അബി ഓടി. പക്ഷെ ഓടുന്നത് ശരീരമോ അല്ലെങ്കിൽ ആത്മാവോ? അവിടെ വീണ്ടും അവൻ പറഞ്ഞു, ഞാൻ ജില്ലിന്റെ രാജാവ്. എൻ്റെ പേര് കുഷൂർ. അവൻ പറഞ്ഞതും ആകാശം പിളർന്നതുപോലെ മിന്നൽ വീണു. കൊട്ടാരത്തിന്റെ ചുമരുകൾ വിറച്ചു. നിലം ചെറുതായി ചലിച്ചു. അബി പിന്നോട്ടൊന്നു മാറി. എനിക്ക് ഇതുമായി എന്തു ബന്ധം? അബി ധൈര്യം സംഭരിച്ച് വീണ്ടും ചോദിച്ചു. 5 തലകൾ ഒരുമിച്ച് ചിരിച്ചു. പിന്നെ ഒരേ തല മാത്രം മുന്നോട്ട് വന്നു. മനുഷ്യരൂപമെടുത്തു. നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ ഇന്ന് വന്നത് യാദൃശ്ചികമല്ല. എൻ്റെ ഹൃദയം അബിയുടെ ഹൃദയം ശക്തമായി ഇടിച്ചു. അച്ഛൻ ഇവിടെ വന്നതോ? അച്ഛൻ ഇവിടെ വന്നെന്നോ? അതെ, വടയക്ഷിയുടെ ഉടമ്പടി ചെയ്യാൻ. അവൻ കൈനീട്ടി. ആകാശത്തിൽ ഒരു ദൃശ്യമായി പഴയ സംഭവം തെളിഞ്ഞു. ഒരു യുവാവ്. അവന്റെ കണ്ണിൽ ഭയം. അവൻ രക്തം കൊടുക്കുന്നു. പിന്നിൽ കാട്ടിനകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ നിഴൽ. അത് അച്ഛനാണോ? അതെ, ശിവദാസൻ. അവൻ കുടുംബത്തെ രക്ഷിക്കാൻ രക്തവാഗ്ദാനം ചെയ്തു. പക്ഷേ വാഗ്ദാനം പൂർണ്ണമായില്ല.
അഭി വിറച്ചു. അപ്പോ ഇനി എന്ത് ചെയ്യണം? കുശൂരിന്റെ കണ്ണുകൾ ചുവന്നു. വടയക്ഷി വീണ്ടും ശക്തി ആർജിക്കുന്നു. അമ്പലം കാടായി, പ്രതിഷ്ഠ ഇല്ലാതായി. ഞങ്ങൾ കാവിൽ വന്നു, പക്ഷേ ഞങ്ങൾക്കും പരിധിയുണ്ട്. അപ്പോൾ പിന്നിൽ കാറ്റ് ശക്തമായി വീശി. കൊട്ടാരത്തിന്റെ തകർന്ന വാതിൽ സ്വയം തുറന്നു. അവിടെ നിന്ന് ഒരു സ്ത്രീരൂപം പുറത്തു വന്നു. വെള്ള വസ്ത്രം, നീണ്ട മുടി, കണ്ണുകൾ ഇരുണ്ട കുഴികൾ പോലെ. അവൾ ചിരിച്ചു. കുശൂർ, നീ ഇപ്പോഴും കുട്ടികളെ ഉപയോഗിക്കാണോ? അഭി പിൻവാങ്ങി. ഇവനാണോ ശിവദാസിന്റെ മകൻ? അവൾ ചോദിച്ചു. അഭിക്ക് ശബ്ദം പുറപ്പെട്ടില്ല. അവൾ അടുത്തേക്ക് നടന്നു. അവളുടെ കാലുകൾ നിലത്ത് തൊടുന്നില്ല. നിന്റെ അച്ഛൻ വാഗ്ദാനം തെറ്റിച്ചു. ഇപ്പോൾ നീ വരണം, കുശൂർ ഗർജിച്ചു. ഇവൻ തീരുമാനിക്കും, നീ നിർബന്ധിക്കില്ല. അവൾ ചിരിച്ചു. തീരുമാനം? അവന്റെ രക്തത്തിൽ ഇതിനകം എന്റെ മുദ്രയുണ്ട്. അഭിക്ക് തലചുറ്റി. കണ്ണിന് മുമ്പിൽ ഇരുട്ട് പടർന്നു. അവസാനം അഭി കേട്ടത് ഒരു ശബ്ദം. മോനെ, പേടിക്കേണ്ട. അത് അച്ഛന്റെ ശബ്ദം. അഭി കണ്ണു തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ ശരീരം ഭാരമായി. വടയക്ഷിയുടെ നിഴൽ എന്റെ ചുറ്റും വളഞ്ഞു. ഇവൻ ഒരു ബലിയല്ല, ഇവൻ വാഗ്ദാനം തിരുത്താൻ വന്നവൻ. വടയക്ഷി ചിരിച്ചു. നിങ്ങൾക്കോ ഇപ്പോഴും പ്രതിഷ്ഠയില്ലാത്ത അമ്പലം കാക്കാൻ കഴിയും. അവൾ കൈ ഉയർത്തിയപ്പോൾ കാറ്റ് കൊടുങ്കാറ്റായി. കൊട്ടാരം തകർന്നു വീഴാൻ തുടങ്ങി. അപ്പോൾ അഭി എന്തോ മനസ്സിലാക്കി. ഈ യുദ്ധം രക്തത്താൽ ജയിക്കാനല്ല, വാഗ്ദാനം മാറ്റി എഴുതാനാണ്. അഭി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ അച്ഛൻ ഭയത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്തു. ഞാൻ ഭയത്തിൽ നിന്ന് ഒന്നും ചെയ്യില്ല. ഈ നിലം ഇനി ആരുടെയും ചോര ചോദിക്കില്ല. വടയക്ഷിയുടെ കണ്ണുകൾ കുലുങ്ങി. അത് നിന്റെ തീരുമാനമോ? അത് കേട്ട അഭി, അതെ, ബലി വേണ്ട. പകരം ഞാൻ അമ്പലം വീണ്ടും പുനർനിർമ്മിക്കും. പ്രതിഷ്ഠ തിരികെ കൊണ്ടുവരും. ഇനി ഈ സ്ഥലത്ത് പേടിയില്ല. അപ്പോൾ കുശൂർ തല കുനിച്ചു. ഇതാണ് ശരിയായ വാക്ക്. വടയക്ഷിയുടെ രൂപം മങ്ങാൻ തുടങ്ങി. അവൾ ദുഃഖത്തോടെ പറഞ്ഞു. എനിക്ക് ചോര വേണ്ടിയിരുന്നില്ല, എനിക്ക് ഓർമ്മ വേണ്ടിയിരുന്നു. എന്നെ മറന്നുകൊണ്ടാണ് ഞാൻ കോപിച്ചത്. അവളുടെ രൂപം കാറ്റിൽ ലയിച്ചു. കൊട്ടാരം പ്രകാശമായി മാറി. പഴയ കാടിനടിയിൽ ഒരു ശാന്തമായ സ്ഥലം മാത്രം ബാക്കി. കുശൂർ എന്നെ നോക്കി. നിന്റെ അച്ഛന് തെറ്റിയില്ല. അവൻ പേടിച്ചു, പക്ഷെ നീ ഭയം തകർത്തു. അച്ഛൻ എവിടെയാണ്? അഭി ചോദിച്ചു. അവൻ ജീവിക്കുന്നു, നിന്നെ കാത്തിരിക്കുന്നു. ഇപ്പോൾ നിനക്കറിയാം, ശക്തി രക്തത്തിലല്ല, തീരുമാനത്തിലാണ്. അവൻ അപ്രത്യക്ഷനായി. രാവിലെ വെളിച്ചം കണ്ണിൽ വീണപ്പോഴാണ് അഭി പതുക്കെ നെട്ടി എഴുന്നേറ്റു. അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാം സാധാരണ പോലെ. പക്ഷെ അഭിയുടെ ഉള്ളിൽ എന്തോ മാറിയിരുന്നു. അഭി പുറത്തിറങ്ങി. പഴയ റോഡിലേക്ക് ഒന്ന് നോക്കി. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട വഴിയെ. അവിടെ അച്ഛൻ നിൽക്കുന്നു. അവൻ ശാന്തമായി ചിരിച്ചു. നീ കണ്ടല്ലോ? രമേശ് ചോദിച്ചു. അഭിക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. എല്ലാം മനസ്സിലായ പോലെ തോന്നി. അച്ഛാ, അത് സ്വപ്നമായിരുന്നു. അച്ഛൻ ചിരിച്ചു. ചില സ്വപ്നങ്ങൾ നമ്മെ തേടി വരുന്നത് നമ്മെ പഠിപ്പിക്കാനാണ്. ഭയത്തെ ജയിച്ച യുവാവിൻ്റെയും നാഗത്തിൻ്റെയും കഥയാണിത്. അമ്പലത്തിൽ ആദ്യ ദീപം തെളിയിച്ച അന്നേ ദിവസം ഗ്രാമം മുഴുവൻ നിശബ്ദമായിരുന്നു. അച്ഛൻ ദീപം അഭിയുടെ കയ്യിൽ കൊടുത്തു. ഇത് നീ വെക്കണം, രമേശ് പറഞ്ഞു. അഭിക്ക് കൈ ചെറുതായി വിറച്ചു. പക്ഷേ അഭി ദീപം പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വെച്ചു. അപ്പോൾ ഒരു കാറ്റ് വീശി. ദീപശിഖ ഒരു നിമിഷം കുലുങ്ങി, പക്ഷെ അണഞ്ഞില്ല. രമേശ് അഭിയുടെ ചുമലിൽ കൈവച്ചു. കണ്ടോ, കാറ്റ് എപ്പോഴും ഉണ്ടാകും, പക്ഷേ വെളിച്ചം അണയണമോ എന്നത് അതിൻ്റെ തീരുമാനമാണ്. ചില കഥകൾ ഭയത്തിൽ തുടങ്ങും, ധൈര്യത്തിൽ അവസാനിക്കും. പക്ഷേ അവയുടെ യഥാർത്ഥ ഉദ്ദേശം നമ്മളെ കൊണ്ട് തന്നെ പരിചയപ്പെടുത്തുക എന്നത് തന്നെയാണ്. അപ്പോൾ വടകാളി യക്ഷി സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.